ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 2022 റിലീസായ എവരിതിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ് എന്ന സൂപ്പർ ആയിട്ടുള്ള ഒരു മൾട്ടിവേഴ്സ് മൂവിയാണ് നോക്കാൻ പോകുന്നത്. അതിനു മുന്നേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഇനി മൂവി കാണാം. ഇതാണ് നമ്മുടെ ഹീറോയിൻ എവിലിൻ. ഇവർ അമേരിക്കയിൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ചൈനീസ് ഫാമിലിയാണ്. ഇവർക്ക് ഒരു ലോണ്ടറി ഷോപ്പുണ്ട്. ടാക്സ് ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യേണ്ട അവസാന ദിവസം ആയതുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള ബില്ല് റെഡിയാക്കുന്ന തിരക്കിലാണ് എവിലിൻ. എവിലിൻ്റെ അടുത്ത് അവളുടെ ഹസ്ബൻഡ് വെയ്മണ്ട് എന്തോ പറയണമെന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് ഒരു പേപ്പറായിട്ട് നിൽക്കുന്നുണ്ട്. എവിലിൻ അതൊന്നും ശ്രദ്ധിക്കാണ്ട്, നിങ്ങൾ കുക്കറിലെ നൂഡിൽസ് ഒന്ന് വെന്തോന്ന് പോയി നോക്ക്, ഡാഡി എണീറ്റ് ആദ്യം ചോദിക്കുന്ന ഫുഡായിരിക്കും എന്നൊക്കെ വെയ്മണ്ടിനോട് പറയും. എവിലിൻ്റെ ഡാഡി ഇന്നാണ് ചൈനയിൽ നിന്ന് വന്നിട്ടുണ്ടാവുക. അങ്ങനെ ഓരോ പണികളും വെയ്മണ്ടിനോട് എവിലിൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെയ്മണ്ട് അവളുടെ പിന്നാലെ പോയിട്ട് എന്തോ പറയാൻ നിൽക്കുമ്പോൾ എവിലിൻ്റെ അച്ഛൻ എണീറ്റ് അവളെ വിളിക്കുന്നത് കേൾക്കും. അപ്പോൾ തന്നെ എവിലിൻ അവളുടെ അച്ഛൻ്റെ അടുത്തേക്ക് പോകും. വെയ്മണ്ട് അപ്പോഴാണ് ആ പേപ്പറിലേക്ക് നോക്കി നിൽക്കുന്നത്. ആ പേപ്പർ അവരുടെ ഡിവോഴ്സ് നോട്ടീസാണ്. എവിലിൻ എപ്പോഴും വർക്ക് എന്ന ചിന്തയിൽ നടക്കുന്നത് കൊണ്ട് അവൾക്ക് ജീവിതം ആസ്വദിക്കാൻ കഴിയുന്നില്ല, ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. അവനുമായിട്ടുള്ള ജീവിതത്തിൽ അവൾ ഹാപ്പിയല്ല എന്ന ചിന്ത വെയ്മണ്ടിനുണ്ട്. അതുകൊണ്ടാണ് അവൾക്ക് ഡിവോഴ്സ് നോട്ടീസ് കൊടുക്കാമെന്ന തീരുമാനം അവൻ എടുത്തിട്ടുള്ളത്. അടുത്തത് മകളായ ജോയെ കാണിക്കുന്നു. അവൾ ഒരു ലെസ്ബിയൻ ആണ്. അവൾ ഇങ്ങനെ റിലേഷൻഷിപ്പിലാണ് എന്ന വിവരം എവിലിൻ്റെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട് അവളുടെ പിന്നാലെ നടക്കുകയാണ്. എവിലിൻ അന്ന് രാത്രി അവരുടെ കസ്റ്റമേഴ്സിനൊക്കെ വിളിച്ചിട്ട് ഒരു ചൈനീസ് പാർട്ടി നടത്താമെന്ന ചിന്തയിലാണ്. ഷോപ്പിലേക്ക് വരുന്ന ആളുകളെയൊക്കെ ന്യൂ ഇയർ പാർട്ടിക്ക് വരാൻ വേണ്ടിയിട്ട് എവിലിൻ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജോയ്ക്ക് അവളുടെ പാർട്ട്ണറെ വിളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പാർട്ട്ണറിനെ കൂട്ടിയിട്ട് എവിലിൻ്റെ അടുത്തേക്ക് വരികയാണ്. എല്ലാ കാര്യവും എനിക്കറിയാം, ഫ്രണ്ട്സ് ആണെങ്കിൽ ശരി, പക്ഷെ നിങ്ങൾ അങ്ങനെയല്ലല്ലോ, ഈ റിലേഷൻഷിപ്പ് എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ജോയിൻ്റെ അടുത്ത് എവിലിൻ പറയും. എങ്ങനെയെങ്കിലും എവിലിനെ കൺവിൻസ് ചെയ്യണമെന്ന ചിന്തയോട് കൂടിയിട്ട് ജോയ് എവിലിന്റെ പുറകെ നടക്കുകയാണ്. അതേസമയം താഴെ കസ്റ്റമേഴ്സ് വന്ന് ഡോർ കൊട്ടും. അപ്പോൾ എവിലിൻ താഴത്തെ ലോണ്ടറി ഷോപ്പിലേക്ക് പോവുകയാണ്. എന്നിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു അവർ ന്യൂ ഇയർ പാർട്ടിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഇടയിലൂടെ ഒരു താടിക്കാരൻ വന്നിട്ട് എൻ്റെ തുണികളൊക്കെ എവിടെയെന്ന് ചോദിക്കും. എവിലിൻ അത് നോക്കുമ്പോൾ കാണില്ല. അപ്പോൾ വെയ്മണ്ട് പറയും അതൊക്കെ പാക്ക് ചെയ്ത് ഞാൻ മുകളിൽ വെച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ എവിലിനും എത്ര തവണ കയറി ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് മുകളിലേക്ക് പോകുന്നത്. അവളുടെ പിന്നാലെ ജോയും പോകും. എന്നിട്ട് അവൾ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതേ സമയം അവിടെയുള്ള CCTV ക്യാമറയിലെ വെയ്മണ്ടിനെ കാണിക്കുന്നുണ്ട്. വെയ്മണ്ട് അവിടുത്തെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പാർട്ടിയെക്കുറിച്ചൊക്കെ സംസാരിക്കുകയായിരിക്കും. പെട്ടെന്ന് ആൾ ചെറുപ്പക്കാരെ പോലെ ആയിട്ട് അതിലൂടെ ഓടി നടക്കുന്നതാണ്. എന്നിട്ട് രാത്രിയിലെ പാർട്ടിക്ക് വേണ്ടിയുള്ള ഡാൻസ് സ്റ്റെപ്പൊക്കെ അവിടെ വന്ന ഒരു താടിക്കാരൻ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് കാണിക്കുകയായിരിക്കും. അത് നോക്കിയിട്ട് എവിലിൻ പറയും, കണ്ടോ നിന്റെ പപ്പ, ഇവിടെ എത്ര പണിയുണ്ട്, ഇതൊക്കെ വിട്ട് കസ്റ്റമേഴ്സിൻ്റെ കൂടെ കളിക്കുന്നത്, എല്ലാം ഞാനാണ് മാനേജ് ചെയ്യുന്നത്. അങ്ങനെ പറഞ്ഞ് ആ താടിക്കാരൻ്റെ തുണികളും കൊണ്ട് താഴേക്ക് പോവുകയാണ്. എവിടെ ബ്രേക്ക്ഫാസ്റ്റ്, വേഗം ഫുഡ് എടുക്ക്, എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും എവിലിൻ്റെ ഡാഡി ഷോപ്പിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടാകും. അപ്പോൾ എവിലിൻ ഡാഡിക്ക് ജോയെ ഇൻട്രൊഡ്യൂസ് ചെയ്തു കൊടുക്കും. കാരണം അന്നാണല്ലോ പുള്ളിക്കാരൻ അങ്ങോട്ട് വന്നിരിക്കുന്നത്. ജോയ് അവരോട് ചൈനീസ് ലാംഗ്വേജ് സംസാരിക്കുമ്പോൾ എവിലിൻ്റെ ഡാഡി പറയും, നീ ദയവായിട്ട് ചൈനീസ് മാത്രം സംസാരിക്കുന്നത്, ഭയങ്കര മോശമാണ് നിന്റെ ചൈനീസ് എന്ന്. പിന്നെ ജോയ് അവളുടെ ഗേൾ ഫ്രണ്ടിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു കൊടുക്കുകയാണ്. ഇതെൻ്റെ എന്നൊക്കെ പറഞ്ഞ് തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇടയിൽ കയറിയിട്ട് എവിലിൻ പറയും അത് അവളുടെ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന്. ഇതിൻ്റെ ഇടയിലൂടെ കസ്റ്റമേഴ്സിന്റെ പുറകെ പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എവിലിൻ ഓടുന്നുണ്ട്. ജോയ്ക്ക് ദേഷ്യം വന്നിട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോകും. അപ്പോഴേക്കും IRS ഓഫീസിലേക്ക് പോകാനുള്ള അപ്പോയിൻമെന്റ് എടുത്ത ടൈം ആകും. വെയ്മണ്ടും എവിലിനും എവിലിന്റെ പപ്പയും IRS ഓഫീസിലേക്ക് പോകുന്നു. ഓഫീസിലേക്ക് കയറിയതും അവിടെയുള്ള ഒരു ഓൾഡ് കപ്പിൾസ് സ്നേഹം പങ്കുവയ്ക്കുന്നത് വെയ്മണ്ട് കാണും. ഈ വയസ്സിലും അവർ എന്ത് സ്നേഹമായിട്ടാ, തനിക്കൊന്നും ഇങ്ങനെ ഇല്ലല്ലോ എന്ന ചിന്തയിൽ വെയ്മണ്ട് എവിലിനെ നോക്കുന്നുണ്ട്. അങ്ങനെ അവരെ ലിഫ്റ്റിൽ കയറുകയാണ്. ലിഫ്റ്റ് മൂവ് ആവാൻ തുടങ്ങിയതും വെയ്മണ്ടിന്റെ ബോഡി ലാംഗ്വേജ് മാറും. പെട്ടെന്ന് വെയ്മണ്ട് അവന്റെ ബാഗിൽ നിന്നും ഒരു കുട എടുത്തിട്ട് അവിടെയുള്ള CCTV ക്യാമറ മറക്കുന്ന പോലെ പിടിക്കും. എന്നിട്ട് എവിലിനോട് നമ്മളൊരു പ്രശ്നത്തിലാണ്, ഈ കുട പിടിക്ക് എന്ന് പറഞ്ഞിട്ട് കുട എവിലിന്റെ കയ്യിൽ കൊടുത്തു. അവളുടെ ചെവിയിൽ ഒരു ഹെഡ്സെറ്റ് പോലത്തെ സാധനം വെക്കും. അത് അവളുടെ ഹെഡ് സ്കാൻ ചെയ്യുന്ന പോലെ കാണിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ വെയ്മണ്ടിന്റെ കയ്യിലുണ്ടായിരുന്ന പേപ്പറിൽ എന്തൊക്കെയോ അവൻ എഴുതുന്നുണ്ട്. ആ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എവിലിന് ഇതുവരെ തൻ്റെ ലൈഫ് എങ്ങനെയാണ് എന്നത് ഒരു നിമിഷം കൊണ്ട് മൈൻഡിൽ വരികയാണ്. എവിലിന്റെ അച്ഛന് ആൺകുട്ടികൾ വേണമെന്നായിരിക്കും, പക്ഷേ പെൺകുട്ടി ആയതുകൊണ്ട് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും അവൾക്ക് കൊടുത്തിട്ടുണ്ടാവില്ല. അങ്ങനെ കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്ന വെയ്മണ്ടായിട്ട് അവൾ പ്രണയത്തിലാവുകയാണ്. വീട്ടുകാർ കുറെ എതിർത്തിട്ടും അവൾ അതിന്റെ പിന്നാലെ ഇറങ്ങിപ്പോവുകയാണ്. അങ്ങനെയാണ് അമേരിക്കയിൽ വന്ന് സെറ്റിൽഡ് ആവുന്നത്. പക്ഷെ അവിടെ എവലിൻ വിചാരിച്ച പോലെയുള്ള ജീവിതം അവൾക്ക് കിട്ടി
കിട്ടിയിട്ടില്ല. ഹസ്ബൻഡ് ചെറിയ വീടാണ് നോക്കി വെച്ചിട്ടുണ്ടാവുക, അതുകൊണ്ട് അതും ഇഷ്ടമായില്ല. എന്നാൽ ബിസിനസ് വലുതാകുമെന്ന് കരുതി അവിടെ പോയി നോക്കുമ്പോൾ പഴയൊരു ലോണ്ടറി ഷോപ്പ് വാങ്ങി ഇതൊക്കെ നമ്മുടെയാണെന്ന് പറയും. അങ്ങനെ അവൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു ലൈഫ് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൾ പ്രഗ്നൻ്റ് ആവുകയും ചെയ്യും. പിന്നെ അങ്ങനെ അവൾ ലൈഫിനോട് അഡ്ജസ്റ്റായി ജീവിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഇടയിലൂടെ എവിലിൻ്റെ അമ്മ മരിച്ചതുകൊണ്ട് അവളുടെ അച്ഛനും അങ്ങോട്ട് താമസിക്കാൻ വരുന്നു. അങ്ങനെ അവളുടെ ഫുൾ ഫ്ലാഷ് ബാക്ക് അവിടെ കാണിക്കുന്നുണ്ട്. എവിലിന് ഒന്നും മനസ്സിലാവുന്നില്ല, എന്ത് ഇവിടെ നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. നീ ഇവിടെ നിന്ന് മുകളിൽ പോയതും റൈറ്റ് സൈഡിൽ ഒരു ടോയ്ലറ്റ് ഉണ്ടാകും. നിനക്ക് ആവശ്യമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നീ അങ്ങോട്ട് വായോ, അല്ലെങ്കിൽ നിന്റെ ഓഡിറ്ററുടെ അടുത്ത് പോയിക്കോ. നിന്റെ നോർമൽ ലൈഫ് നിനക്ക് ജീവിക്കാം. എനിക്ക് കൂടുതൽ സമയം ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഇനി ഇതിനെക്കുറിച്ച് നിന്റെ ഹസ്ബൻഡിനോട് ചോദിക്കാൻ നിൽക്കണ്ട, അവനിക്ക് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് പഴയ പോലെ അവളുടെ ഹസ്ബൻഡ് നിന്ന സ്ഥലത്തേക്ക് പോയി നിൽക്കും. അടുത്ത സെക്കൻഡ് തന്നെ അവളുടെ ഹസ്ബൻഡ് പഴയ പോലെ ആവും. ഇത്ര പെട്ടെന്ന് എത്തിയോ എന്നൊക്കെ ചോദിച്ച് വേയ്മണ്ട് ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങും. ഇറങ്ങിയതും എവിലിൻ അവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ അയാൾ പറഞ്ഞ പോലെ അവിടെ ഒരു ടോയ്ലറ്റ് കാണും. അതിനുശേഷം അവർ ഓഡിറ്ററെ കാണാൻ പോകും. ഈ യെല്ലോ ഡ്രസ് ഇട്ട ലേഡിയാണ് ഓഡിറ്റർ. അവർ ബില്ലൊക്കെ നോക്കിയിട്ട് ഇതൊന്നും ശരിയല്ലല്ലോ, എന്താ ഈ കാട്ടി വെച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കും. ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ്, ഇന്ന് തന്നെ ഇതെല്ലാം സബ്മിറ്റ് ചെയ്തേ പറ്റൂ എന്നൊക്കെ എവിലിനോട് പറയും. എവിലിൻ ഓഡിറ്റർ ലേഡി പറയുന്നൊന്നും ശ്രദ്ധിക്കാണ്ട് ആ ലിഫ്റ്റിൽ കണ്ട കാര്യം തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അയാൾ എഴുതി കൊടുത്ത പേപ്പറിന്റെ ഇൻസ്ട്രക്ഷൻ നോക്കും. അതിൽ ഷൂ തിരിച്ചിടാൻ പറയുന്നുണ്ട്. എവിലിൻ അതുപോലെ ചെയ്യും. അടുത്തത് കണ്ണടച്ചിട്ട് ക്ലോസറ്റിലുള്ളതുപോലെ വിചാരിക്കാൻ പറയുന്നുണ്ട്. അവൾ അതുപോലെ വിചാരിക്കുമ്പോൾ ചെവിയിലിട്ട ഹെഡ്സെറ്റിൽ ഒരു പച്ച കളർ കാണിക്കും. അങ്ങനെയുള്ള ആ പച്ച കളറിൽ അമർത്താൻ എഴുതിയിട്ടുണ്ടാകും. അവളും അത് ഫോളോ ചെയ്യും. അപ്പോൾ തന്നെ ആ ടോയ്ലറ്റിനുള്ളിലേക്ക് വന്നിട്ടുണ്ടാകും. എന്താ എനിക്കിപ്പോൾ പറ്റിയത് എന്ന് അവൾ ചോദിക്കുമ്പോൾ മിണ്ടാതിരിക്കി, നിന്റെ ശരീരം ഇപ്പോൾ അവിടെ തന്നെയാണ്, പക്ഷെ നീ വേറെ യൂണിവേഴ്സിലുള്ള നിന്റെ ശരീരത്തിലാണിപ്പോൾ ഉള്ളത്. നീയും ഞാനും ഈ യൂണിവേഴ്സിലുള്ളത് അവർക്കറിയില്ല. അതുപോലെ ഞാനും നിന്റെ ഹസ്ബൻഡ് അല്ല, അവൻ്റെ വേറെ യൂണിവേഴ്സിലുള്ള ആളാണ് ഞാൻ. ഇപ്പോൾ എനിക്ക് നിന്റെ ഹെൽപ്പ് വേണം എവിലിൻ. അയ്യോ എന്തൊക്കെ പണി കിടക്കുമോ എനിക്ക് എന്ന് എവിലിൻ പറയുമ്പോൾ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. കുറേ ദുഷ്ടശക്തികൾ ടോട്ടൽ മൾട്ടിവേഴ്സിലും വന്നിട്ടുണ്ട്. അത് എങ്ങനെയെങ്കിലും സ്റ്റോപ്പാക്കിയേ പറ്റൂ. അതിനു പറ്റിയ ആളെ കുറേ കാലങ്ങളായി ഞാൻ തിരയുകയാണ്. അവസാനം നിന്നെയാണ് ഞാൻ തിരഞ്ഞെടുത്തത് എന്ന് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കും. അതേസമയം യെല്ലോ ഡ്രസ്സിട്ട ലേഡി ഇടയിലൂടെ വന്നിട്ട് ഞാൻ പറയുന്ന വല്ലതും മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിക്കും. എവിലിൻ ആകെ കൺഫ്യൂഷൻ ആവുന്നു. മനസ്സിലാകുന്നുണ്ട് മാഡം എന്ന് എവിലിൻ പറയും. എന്ത് മനസ്സിലാകുന്നുണ്ടെന്നാ? ആവശ്യമില്ലാത്ത ബില്ല് എന്തിനാ ഇതിൻ്റെ ഇടയിലൂടെ തിരികെ വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കും. സോറി മാഡം, ഒരു മിസ്റ്റേക്ക് പറ്റിയതാണെന്ന് വേയ്മണ്ട് പറയും. അപ്പോൾ തന്നെ വേറെ യൂണിവേഴ്സിലുള്ള വേയ്മണ്ട് എവിലിനെ തിരിച്ചു കൊണ്ടുപോകും. വേറെ യൂണിവേഴ്സിലുള്ള ആളെ നമുക്ക് ഹീറോ 2 എന്ന് വിളിക്കാം. അങ്ങനെ ഹീറോ 2വിനോട് എവിലിൻ പറയും, നീ എന്തിനാ എന്നെ വിളിച്ചിട്ട് വന്നത്? എനിക്ക് ഒരുപാട് ജോലി ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ അയാൾ പറയും, നിന്റെ പ്രശ്നങ്ങളെക്കാളും മൾട്ടിവേഴ്സ് ഇഷ്യൂ ആണ് ഇപ്പോൾ ഇമ്പോർട്ടൻ്റ്. നീ നിന്റെ ലൈഫിൽ തെറ്റായ തീരുമാനം എടുത്തതായിട്ടല്ലേ വിചാരിക്കുന്നത്? സത്യത്തിൽ അതാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയത്. അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആരോ ഡോർ കൊട്ടുന്ന കേൾക്കുന്നു. നീ ഒന്നിനെ കുറിച്ച് ആലോചിക്കണ്ട, ഈ യൂണിവേഴ്സ് നമ്മൾ കാണാൻ വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ പെട്ടെന്ന് തന്നെ നിന്നെ കാണാൻ വരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഡോറിലൂടെ ഒരു കൈ വന്ന് ഹീറോ 2വിൻ്റെ തല തിരിച്ചു കൊല്ലും. ആരാതെന്ന് എവിലിൻ നോക്കുമ്പോൾ മറ്റേ മഞ്ഞക്കുപ്പായിട്ട് ലേഡിയാണത്. ഒരു വടിയും കൊണ്ട് എവിലിൻ്റെ മുഖത്തേക്ക് ഒരൊറ്റ അടി അങ്ങോട്ട് കൊടുക്കുമ്പോൾ അത് ഒറിജിനൽ എവിലിന് എഫക്റ്റ് ആയി നിലവിളിച്ച് അവൾ എഴുന്നേൽക്കുന്നു. അത് കണ്ട ഓഡിറ്റർ ലേഡി ഒരുപാട് പേടിക്കൊന്നും വേണ്ട, ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ സബ്മിറ്റ് ചെയ്താൽ മതി എന്ന് പറയും. എവിലിൻ അവിടുന്ന് അവളുടെ പപ്പയെ വിളിച്ചിട്ട് പോകുമ്പോൾ ബാഗിൽ നിന്ന് ഒരു പേപ്പർ വേയ്മണ്ടിന് കിട്ടും. ഇതെങ്ങനെ അവളുടെ കയ്യിൽ വന്ന് എന്ന് ഹീറോയ്ക്ക് മനസ്സിലാവുന്നില്ല. എവിലിൻ്റെ പിന്നാലെ പോയിട്ട് വേയ്മണ്ട് ചോദിക്കും, ഇതുകൊണ്ടാണോ നീ ഇങ്ങനെ പെരുമാറുന്നേ? എന്തിനെക്കുറിച്ച് പറയുന്നേ എന്ന് എവിലിൻ ചോദിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് എന്ന് പറഞ്ഞ് ഡിവേഴ്സ് പേപ്പർ അവന് നേരെ തിരിച്ചു പിടിച്ച് കാട്ടും. നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് അറിയോ എന്ന് എവിലിൻ ചോദിക്കുമ്പോൾ പിന്നല്ല, ഇത് ഞാനല്ല റെഡിയാക്കിയത് എന്ന് ഹീറോയും പറയും. വേറെ വഴിയില്ല എന്നൊക്കെ വേയ്മണ്ട് അവളോട് പറയുമ്പോൾ കറക്റ്റ് ടൈമിൽ മഞ്ഞ ഡ്രസ്സിട്ട ലേഡി അവരുടെ അടുത്തേക്ക് വരും. അതിനിടയിലൂടെ നീ ഇപ്പോഴും ഇങ്ങനെ തന്നെയാലേ, എപ്പോഴാ പ്രോപ്പറായിട്ട് എന്തെങ്കിലും ചെയ്തിരിക്കുന്നേ എന്ന് അവളുടെ പപ്പയും പറയും. അതൊക്കെ കേട്ട് ദേഷ്യം വന്ന എവിലിൻ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്ന ആ മഞ്ഞക്കുപ്പായിട്ട് ലേഡിക്ക് ഒരൊറ്റ കുത്താണ്ട് വെച്ചു കൊടുക്കും. നീ എന്തിനാണിപ്പോൾ അതിനടിച്ചത് എന്ന് വേയ്മണ്ട് ചോദിക്കും. നീയല്ലേ ഇതിനെ തല്ലാൻ പറഞ്ഞത്? ഇവര് നമ്മളെ കൊല്ലാൻ വന്നിരിക്കാടോ എന്ന് എവിലിൻ പറയും. അതും പറഞ്ഞ് അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അവർ ഒരു കൊട്ടയിൽ ഇവരുടെ ഡോക്യുമെന്റ്സ് ആയിരിക്കും കൊണ്ടുവന്നിട്ടുണ്ടാവുക. നീ എന്നെ കുത്തിയല്ലടി, നിന്നെ ഞാൻ കാട്ടിത്തരാം എന്നൊക്കെ പറഞ്ഞാൽ മഞ്ഞ ഡ്രസ്സിട്ട് ലേഡി അവിടെ നിലവിളിക്കും. അപ്പോൾ വേയ്മണ്ട് പറയും, ഞാൻ ഈ ഡിവേഴ്സ് പേപ്പറിനെ കുറിച്ചാണ് പറഞ്ഞത് എന്ന്. എവിലിൻ അപ്പോഴാണ് അത് കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ ഇത്ര കാലം എന്തിനാണോ നമ്മൾ ജീവിച്ചത് എന്നൊക്കെ എവിലിൻ ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഹീറോ 2 വരും.
പ്രശ്നമുണ്ടാക്കരുതെന്ന് ഞാൻ തന്നോട് പറഞ്ഞതല്ലേ എന്ന് എവിലിനോട് ചോദിക്കും. അപ്പോൾ അവളും ഓ നീ ഇവിടെ തന്നെ ഉണ്ടല്ലേ എന്ന് ചോദിക്കും. പിന്നല്ല നീ ഇങ്ങോട്ട് വായോന്നും പറഞ്ഞ് എവിലിനെ അയാൾ കൂട്ടിക്കൊണ്ടു പോകാൻ നോക്കുമ്പോൾ അവിടെ സെക്യൂരിറ്റി വരും. അവരോട് സറണ്ടർ ആകാൻ പറയുമ്പോൾ എവില് മുട്ടുകുത്തി നിൽക്കും. ആ ടൈമിൽ ഹീറോ 2 എവിലിന്റെ ചെവിയിൽ ഉണ്ടായിരുന്ന ഹെഡ്സെറ്റ് എടുത്ത് അയാളുടെ ചെവിയിൽ വെച്ച് കയ്യിലുണ്ടായിരുന്ന ബാഗിൽ നിന്നും ഒരു ചാപ്സ്റ്റിക് എടുത്ത് കഴിക്കും. ഇയാൾ എന്തപ്പോ കാട്ടുന്നതെന്ന മട്ടില് ആ പോലീസുകാർ നോക്കി നിൽക്കുമ്പോൾ അയാള് ചെവിയിലെ ഹെഡ്സെറ്റിൽ ഗ്രീൻ കളർ അമർത്തിയതും ഫൈറ്റ് ചെയ്യുന്ന ക്യാരക്ടറായി മാറി അവിടെയുള്ള പോലീസുകാരെ അടിച്ചിരുന്നു. എന്താടോ കാണിക്കുന്നേ, ഇപ്പോൾ ഡിവോഴ്സിന്റെ ആവശ്യം എന്തിനാ എന്നൊക്കെ എവിലിൻ ചോദിക്കുമ്പോൾ അത് ഞാനല്ല, നിന്റെ ഹസ്ബൻഡ് വെയ്മണ്ട് ആണ്, ഞാൻ അവനല്ല എന്ന് ഹീറോ 2 പറയും. നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ അതോ ഇവിടെ തന്നെ ഇരിക്കുകയാണോ ചോദിക്കുമ്പോൾ എന്നാൽ ഞാൻ ഇവിടെ ഇരുന്നോളാം എന്ന് പറയും. ആ നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഇങ്ങോട്ട് വായോന്നും പറഞ്ഞ് എവിലിനെ പൊക്കിക്കൊണ്ടുപോകും. വേറൊരു യൂണിവേഴ്സിലെ മഞ്ഞ ഡ്രസ്സിട്ട ലേഡി എവിലിനെ തല്ലി ഒരു പരിവാക്കിയിട്ടുണ്ടാകും. ഈ യൂണിവേഴ്സിന്റെ നെയിം തെറ്റാവേഴ്സ് എന്നാണ്. ആ മഞ്ഞ ഡ്രസ്സിട്ട ലേഡി അവിടെ തെറ്റാവേഴ്സ് ജനങ്ങളെ, ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ലീഡർ ജോബ് ടുപ്പാക്കിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാൻ പോവുകയാണ്. ആ ടൈമിൽ കളറ് മാറുന്ന നെയിൽ പോളിഷൊക്കെ ഇട്ടിട്ട് ഒരു മുഖംമൂടി ഇട്ട ഒരാൾ വരും. അത് വന്നതും എവിലിന്റെ നെറ്റിയിൽ വിരൽ വെച്ച് അമർത്തും. അപ്പോൾ വേറെ വേറെ യൂണിവേഴ്സിലുള്ള എല്ലാ എവിലിനും അലറുകയാണ്. കൂടാതെ ഹീറോയിനുള്ള യൂണിവേഴ്സ് കണ്ടുപിടിക്കുകയും ചെയ്യും. അയ്യോ നീ മരിച്ചുപോയോ, സാരില്ല, നിന്നെ ഞാൻ വേറെ യൂണിവേഴ്സിൽ വെച്ച് പിടിച്ചോളാം എന്ന് ജോബ് തുപ്പാക്കി പറയും. അവൾ ഭയങ്കര പവർഫുൾ ആണ്, ഒരു തലൊന്ന് ജസ്റ്റ് തിരിച്ചാൽ മതി, അപ്പോഴേക്കും അവൾ വേറെ വേറെ യൂണിവേഴ്സിലെത്തും. അങ്ങനെ എവിലിൻ ഇപ്പോൾ ഉള്ള യൂണിവേഴ്സിലേക്കും അവൾ എത്തുന്നു. അപ്പോഴാണ് ജോബ് തുപ്പാക്കിന്റെ ഫേസ് കാണിക്കുന്നത്. അത് ഹീറോയിന്റെ മോൾ ജോയാണ്. എവിലിനും ഹസ്ബൻഡും IRS ഓഫീസിൽ തല്ലുണ്ടാക്കിയ വിവരം ന്യൂസിൽ വന്നിട്ടുണ്ടാകും. അവർ ഇപ്പോൾ എവിടെയുള്ളതെന്ന് ജോയ്ക്ക് മനസ്സിലാകും. അവർ രണ്ടാളും IRS ബിൽഡിങ്ങിലുണ്ട്. താൻ എന്താ ഈ കാട്ടിവെച്ചിരിക്കുന്ന എന്നൊക്കെ എവിലിൻ വെയ്മണ്ടിനോട് ചോദിക്കുമ്പോൾ നിന്നെ സേഫായ സ്ഥലത്ത് ഇരുത്തണം എന്ന് പറഞ്ഞ് എവിലിനെ കൊണ്ടുപോകുന്നു. അവൾക്ക് അവളുടെ പപ്പയെക്കുറിച്ചാണ് പേടി. അത് വെയ്മണ്ടിനോട് ചോദിക്കുമ്പോൾ പേടിക്കണ്ട, നിന്റെ പപ്പ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തുണ്ട് എന്ന് പറയും. ആ ടൈമിൽ എവിലിന്റെ പപ്പയെ കാണിക്കുന്നുണ്ട്. അയാൾ ഒരു സ്ഥലത്തിരുന്ന് ഫുഡ് കഴിക്കുവാണ്. ഭൂമി ഇടിഞ്ഞു വീണാലും കുഴപ്പമില്ല, ഫുഡാണ് ഇമ്പോർട്ടൻ്റ് എന്ന വിചാരത്തിലാണ് പുള്ളിക്കാരൻ. അപ്പോൾ എവിലിനും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ക്ലിയർ ആയിട്ട് നിങ്ങൾ എല്ലാ കാര്യം പറഞ്ഞാലാണ് ഞാൻ നിങ്ങളുടെ കൂടെ കൂടൂ എന്ന് പറയും. അപ്പോൾ അയാൾ പറയും, എൻ്റെ ലോകത്തിൽ നിന്ന് ഞാൻ നിന്നെ അന്വേഷിച്ച് വന്നതാണ് ഇങ്ങോട്ട്. ഞാൻ ആൽഫാവേഴ്സ് എന്ന യൂണിവേഴ്സിലുള്ള ആളാണ്. ആൽഫ വെയ്മണ്ട് എന്ന് നിനക്കെന്നെ വിളിക്കാം. ഞങ്ങളുടെ ലോകത്തിൽ നീയാണ് ജീനിയസ് വുമൺ. മൾട്ടിവേഴ്സ് എന്ന കോൺസെപ്റ്റ് തന്നെ കണ്ടുപിടിച്ചത് നീയാണ്. അങ്ങനെ വേറെ യൂണിവേഴ്സിലുള്ള ആളുകളുടെ കഴിവ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആ കണ്ടുപിടുത്തത്തെ വേഴ്സ് ജമ്പിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ എവിലിൻ വേഴ്സ് ജമ്പിങ് എന്നോ എന്ന് ചോദിക്കുമ്പോൾ അതെങ്ങനെ എന്ന് നിനക്ക് പറഞ്ഞു തരാമെന്ന് ആൽഫ വെയ്മണ്ട് പറയും. പേര് കിട്ടിയ സ്ഥിതിക്ക് ഇനി ഹീറോ 2നെ നമുക്ക് ആൽഫ വെയ്മണ്ട് എന്ന് വിളിക്കാം. എന്നിട്ട് അയാൾ ഒളിച്ചു നിന്നവിടെ നിന്ന് എവിലിനെ കൂട്ടി പുറത്തേക്ക് വിടും. അതൊക്കെ തൻ്റെ യൂണിവേഴ്സിലുള്ള എവിലിനെ കൊണ്ട് ചെയ്യിപ്പിച്ചേ പോരെ എന്ന് ചോദിക്കുമ്പോൾ അവൾ മരിച്ചതല്ല, കൊന്നതാണ്. ഞാൻ എങ്ങനെ മരിച്ചു എന്ന് എവിലിൻ ചോദിക്കുമ്പോൾ 1000 യൂണിവേഴ്സിലും 1000 തവണ നീ മരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കൊല്ലുമെന്നോ, ആരെ എന്നെ കൊല്ലുന്നേ എന്ന് എവിലിൻ ചോദിക്കുമ്പോൾ അവൾ ഒരുപാട് പവേഴ്സ് ഉള്ള പെണ്ണാണ്. അവളുടെ പേര് ജോബ് ടുപ്പാക്കി. അവൾ എന്തോ കണ്ടുപിടിക്കുന്നുണ്ട്. ഞങ്ങൾ വിചാരിച്ചത് അതൊരു ബ്ലാക്ക് ഹോൾ ആണെന്നാണ്. പക്ഷെ അതിനു മുകളിൽ അവൾ കണ്ടുപിടിക്കുന്നുണ്ട്. അതെന്താ കണ്ടുപിടിച്ചതെന്ന് ഞങ്ങൾക്കറിയില്ല. ഓ ഇനി ഞാനായിരിക്കല്ലേ അതൊക്കെ അവസാനിപ്പിക്കേണ്ടത് എന്ന് എവിലിൻ ചോദിക്കുമ്പോൾ അതെ അതെന്നെ എന്ന് ആൽഫ വെയ്മണ്ട് പറയും. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് എവിലിനെ കൂട്ടിക്കൊണ്ടുപോയിരിക്കുമ്പോൾ അവിടെ മറ്റേ മഞ്ഞ ഡ്രസ്സിട്ട ലേഡി ഇരിക്കുന്നുണ്ടാകും. അപ്പോൾ എവിലിനും അയ്യോ സോറി മാഡം, ഞാൻ നിങ്ങളെ അറിയാതെ കുത്തിയതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു റൗണ്ട് വരച്ചിട്ടുള്ള പേപ്പർ നെറ്റിയിൽ വെച്ച് ഒരൊറ്റ അടിയും അടിക്കും. ഇതെന്താണ് എന്ന് ആൽഫ വെയ്മണ്ടിനോട് ചോദിക്കുമ്പോൾ ഇതാണ് മോളെ വേഴ്സ് ജമ്പിങ് എന്ന് പറഞ്ഞു ഓടും രണ്ടാളും പാടെ. അപ്പോഴേക്കും ആ ലേഡി ചെവിയിലുണ്ടായിരുന്ന ഹെഡ്സെറ്റിൽ ഗ്രീൻ കളർ അമർത്തിയതും ടെറർ ലേഡിയാവും. അയ്യോ ഓടിക്കൊന്നും പറഞ്ഞ് രണ്ടും പാടെ അവിടെ നിന്ന് ഓടും. അവരെ മാനേജ് ചെയ്യാൻ ആരെങ്കിലും വേറെ യൂണിവേഴ്സിൽ ഉണ്ടോ നോക്കി എന്ന് ആൽഫ യൂണിവേഴ്സിലെ അസിസ്റ്റന്റുമാരോട് ആൽഫ വെയ്മണ്ട് ചോദിക്കുമ്പോൾ ഒരു ജിമ്മൻ ഉണ്ടെന്ന് അവർ പറയും. എന്നാൽ അവരെ സെലക്ട് ചെയ്യേ എന്നൊക്കെ പറയുമ്പോൾ ജിമ്മനിലേക്ക് വേഴ്സ് ജമ്പിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിരലുകളുടെ ഇടകളിലെ പേപ്പർ കൊണ്ട് കട്ട് ചെയ്യണമെന്നും പറയും. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ എവിലിൻ നിങ്ങൾ എന്തീ കാണിക്കുന്നേ, ആ പെണ്ണൊരുത്തി അതാ വരുന്നു എന്നൊക്കെ പറയും. എന്നിട്ട് കട്ട് ചെയ്തിട്ട് ഗ്രീൻ കളർ അമർത്താൻ കൈപൊക്കിയതും ആ ലേഡി അവനെടുത്ത് പൊക്കും. ഒരു തരത്തിൽ അവരുടെ കയ്യിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ നോക്കുമ്പോൾ പറന്നു വന്നിട്ടൊക്കെ പുള്ളിക്കാരി ഒരു ചവിട്ട് എടുക്കുന്നുണ്ട്. അടുത്തത് ആ ലേഡി എവിലിനെയാണ് തിരയുന്നത്. എവിലിൻ ആൽഫ വെയ്മണ്ടിന് കോൾ ചെയ്യുമ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, വേഴ്സ് ജമ്പിങ് ചെയ്താൽ മാത്രമേ നിനക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന് പറയും.
ശരിയെന്ന് പറഞ്ഞ് വീണുപോയ ഹെഡ്സെറ്റ് എടുത്ത് എവിലിൻ ചെവിയിലിടും. മാർഷൽ ആർട്സ് അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? അസിസ്റ്റന്റിനോട് പറയുമ്പോൾ അങ്ങനെയുള്ള ആളുണ്ട് എന്നവർ പറയും. അതിലേക്ക് ജമ്പിംഗ് പാഡ് നിങ്ങളുടെ സ്നേഹം പറയണം എന്നായിരിക്കും. എന്തോന്ന് സ്നേഹം പറയണമെന്നോ? ഇല്ല, എവിലിൻ പറയും. നീ ഇത് പറഞ്ഞേ പറ്റൂ, നിന്റെ ജമ്പിംഗ് പാഡാണത്. നീ ആദ്യം ഷൂ തിരിച്ചിട്ടതും ഞാൻ ചാപ്സ്റ്റിക്ക് തിന്നതും ഇങ്ങനെയുള്ള ജമ്പിംഗ് പാഡാണ് എന്ന് പറയും. ഇങ്ങനെയുള്ള കോഡാണോ വെക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അൽഗോരിതം ആരും ഹാക്ക് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയും. ശരി, ആരോടാ പറയുക എന്ന് എവിലും ചോദിക്കുമ്പോൾ വേറെ ആരോടാ, നിന്നെ തല്ലാൻ വരുന്ന ലേഡിയോട് എന്ന് പറയുമ്പോൾ അപ്പോഴേക്കും ആ ലേഡി എവിലിനെ കണ്ടുപിടിച്ചിട്ടുണ്ടാകും. അവരെ കണ്ടതും എവിലിൻ ഐ ലവ് യു എന്ന് പറയും. അപ്പോൾ സിസ്റ്റത്തിൽ ജമ്പിംഗ് പാഡ് ഫെയിലിയർ എന്ന് കാണിക്കും. അതറിയാതെ എവിലിൻ ഹെഡ്സെറ്റിൽ അമർത്തിയതും വേറെ യൂണിവേഴ്സിലേക്ക് പോകും. അവിടെയും ഡിവേഴ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആ മഞ്ഞ ഡ്രസ്സിട്ട ലേഡി എവിലിനെ എടുത്തെറിയുന്നുണ്ടാകും. ആ വേദനയിൽ എവിലിൻ നെറ്റിൽ കൈവയ്ക്കുമ്പോൾ എനിക്കറിയാം എവിലിൻ, ഞാനിത് കുറേ പറയാൻ നോക്കിയതാണ്, പക്ഷെ പറ്റിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. മറ്റേ യൂണിവേഴ്സിൽ ആ പെണ്ണൊരുത്തി എവിലിനെ എടുത്തെറിയുവാണ്. അപ്പോൾ എവിലിൻ അവിടെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന യൂണിവേഴ്സിലേക്ക് തന്നെ തിരിച്ചു വരും. അപ്പോൾ എവിലിൻ വെയ്മണ്ടിനോട് സംസാരിക്കുമ്പോൾ സോറി എവിലിൻ, ഞാൻ പോകുവാണ്. കറക്റ്റ് ആയിട്ടുള്ള എവിലിനെയാണ് ഞാൻ കണ്ടുപിടിച്ചതെന്നാണ് വിചാരിച്ചത്, പക്ഷേ എനിക്ക് തെറ്റുപറ്റി എന്ന് ആൽഫ വെയ്മണ്ട് പറയും. പോകരുത്, ഞാൻ ശ്രമിക്കാം എന്ന് എവിലിൻ പറയുമ്പോഴേക്കും അയാൾ പോകും. ഒറിജിനൽ വെയ്മണ്ട് അവിടെ വരും. എന്താ ഇവിടെ നടക്കുന്നേ എന്ന് ചോദിക്കും. അപ്പോഴേക്കും എവിലിൻ വെയ്മണ്ടിലുള്ള റൂമിൽ കയറി അവനോട് സംസാരിക്കുമ്പോൾ ആ ഡോറ് പൊളിച്ച് മഞ്ഞ കുപ്പായിട്ട് ലേഡി വരും. എവിലിൻ അവരോട് ഐ ലവ് യു എന്ന് പറയും. അതും റിജക്റ്റ് ആവും. വെയ്മണ്ടും എന്താ ഇവൾ പറയുന്നേ എന്ന മട്ടിൽ നോക്കുമ്പോൾ ഓടിക്കോ എന്ന് പറഞ്ഞ് വെയ്മണ്ടിനെ കൂട്ടി എവിലിൻ ഓടും. ആ ലേഡി പറന്നു വന്ന് ചവിട്ടാൻ വരുമ്പോൾ എവിലിൻ കൈ കൂപ്പിയിട്ട് ഐ ലവ് യു എന്ന് പറയും. ആ ടൈമിൽ അവളുടെ ഹെഡ്സെറ്റിൽ ഗ്രീൻ ലൈറ്റ് അമർത്തുമ്പോൾ മാർഷൽ ആർട്സ് അറിയുന്ന എവലിനും വരും. ആ യൂണിവേഴ്സിലുള്ള എവലിൻ മാർഷൽ ആർട്സ് പഠിക്കേണ്ട സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. വെയ്മണ്ട് എവലിനെ സ്നേഹിക്കുകയും അമേരിക്കയിൽ പോയി സെറ്റിലാവാം എന്നൊക്കെ പറഞ്ഞ് അവളെ വിളിക്കാൻ വരുമ്പോൾ എവലിൻ പോകില്ല. പിന്നെ അവളുടെ പേരൻസിൻ്റെ കൂടെ ആയിരിക്കും അവൾ ജീവിക്കുക. അങ്ങനെ അവൾ സ്ട്രീറ്റിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് ആളുകൾ വന്ന് അവളെ ഉപദ്രവിക്കും. ഒരു മാർഷൽ ആർട്സ് മാസ്റ്റർ വന്നാണ് അവളെ അന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ടാവുക. അങ്ങനെ അവൾ മാർഷൽ ആർട്സ് പഠിക്കുകയും ഫേമസ് ആയിട്ടുള്ള ഒരു നടിയാവുകയും ചെയ്യും. ഇങ്ങനെ സ്റ്റോറി കാണിച്ചുകൊണ്ട് പ്രസന്റ് സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അവൾ മഞ്ഞ ഡ്രസ്സിട്ട ലേഡിയായി ഫൈറ്റ് ചെയ്ത് അതിനെ ഒരു മുക്കിലിടും. എന്താ ഈ കാട്ടുന്നത് എന്ന് വെയ്മണ്ട് ചോദിക്കുമ്പോൾ എടോ, താൻ പറഞ്ഞത് കറക്റ്റാണ്, താനില്ലാത്ത എൻ്റെ ലൈഫ് അടിപൊളിയായിരുന്നു എന്ന് എവിലിൻ പറയും. അത് കേട്ടതും വെയ്മണ്ടിന് വിഷമമാവും. ഉടനെ അവിടെ ആൽഫ വെയ്മണ്ട് വരും. നീ എന്തിനാ ഇപ്പോൾ വന്നത്? എനിക്ക് എൻ്റെ ഹസ്ബൻഡിനോട് സംസാരിക്കണം. അയാളില്ലാത്ത എൻ്റെ ലൈഫ് എത്ര ഹാപ്പി ആയിരുന്നു എന്ന് എനിക്ക് പറയണം എന്നൊക്കെ എവിലിൻ പറയും. അതൊക്കെ പിന്നെ പറയാം, ഇപ്പോൾ ഫൈറ്റ് ചെയ്തത് കൊണ്ട് നിൻ്റെ എനർജി വേസ്റ്റ് ആയിട്ടുണ്ടാകും, ഇന്ന് ഇത് കഴിച്ചോ എന്ന് പറഞ്ഞ് ഫുഡ് കൊടുക്കും. അപ്പോൾ എവിലിൻ എനിക്ക് ഒന്നുകൂടെ അങ്ങോട്ട് പോകാൻ കഴിയുമോ എന്ന് ചോദിക്കും. ഇല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, അതൊരു വലിയ പ്രശ്നത്തിന് കാരണമാകും. എന്തു പ്രശ്നം? താൻ ആദ്യം എനിക്ക് ക്ലിയറായി എക്സ്പ്ലെയിൻ ചെയ്തതായോ എന്ന് എവിലിൻ ചോദിക്കും. ആൽഫ വെയ്മണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങും. ഞങ്ങൾ കുറച്ചു പേർക്ക് വേഴ്സ് ജമ്പിങ് ചെയ്യാൻ ട്രെയിനിങ് കൊടുത്തിരുന്നു. അതിൽ ഒരാൾക്ക് എക്സ്ട്രാ ടാലൻ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവളെ ഓവർലോഡായി ട്രെയിൻ ചെയ്തു. അവൾക്കത് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. അങ്ങനെ അവളുടെ ബ്രെയിൻ ക്രാഷായി അവൾക്ക് ഒരേ ടൈമിൽ എല്ലാ യൂണിവേഴ്സിലേക്കും ട്രാവൽ ചെയ്യാൻ കഴിയും. അത് ഞങ്ങൾക്ക് പ്രശ്നമായി. അവൾ ഞങ്ങളറിയാതെ എന്തോ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് എന്താണെന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ് നിന്നെ കണ്ടുപിടിച്ച് നിന്റെ അടുത്തേക്ക് വന്നത് എന്ന് വെയ്മണ്ട് പറയും. അതായത് ആൽഫ വെയ്മണ്ട്. ആ ടൈമിൽ ആൽഫ വെയ്മണ്ടിനോട് അസിസ്റ്റന്റ് ഒരു ഇൻഫർമേഷൻ കൊടുക്കുവാണ്. നിങ്ങൾ ഏത് യൂണിവേഴ്സിലാണ് ഉള്ളത് എന്ന് ജോബ് ടുപ്പാക്കി കണ്ടുപിടിച്ചു. അവൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം എവിലിൻ ആ നടിയായിട്ടുള്ള യൂണിവേഴ്സിലേക്ക് പോയിട്ട് എവിലിന്റെ മൈൻഡായിട്ട് കണക്ട് ആക്കുന്നു. വെയ്മണ്ട് അവളെ കാണാൻ വരുന്നുണ്ട്. അവർ അവളെ സംസാരിക്കുമ്പോൾ ആൽഫ വെയ്മണ്ടിന്റെ കൂടെ ഉണ്ടായിരുന്ന എവിലിനെ പോലീസ് പിടിക്കുന്നു. വെയ്മണ്ട് മയങ്ങി വീഴുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ആൽഫ വെയ്മണ്ടിന് അവന്റെ ശരീരത്തിൽ വരാൻ കഴിയുന്നില്ല. കറക്റ്റ് ടൈമിൽ ജോബ് തുപ്പാക്കിയും അവിടെ എത്തുന്നു. ഹേ മാഡം, നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പെർമിഷൻ ഇല്ല എന്നൊക്കെ പോലീസുകാരൻ പറയുമ്പോൾ ഞാൻ വരാൻ പറ്റില്ലേ എന്നും പറഞ്ഞ് അയാളുടെ മുഖത്ത് ജോബ് തുപ്പാക്കി കൈവയ്ക്കുന്നു. അയാൾ അവിടെ പൊട്ടിത്തെറിക്കുന്നു. ഒരാളെ എന്താക്കണമെന്ന് അവൾ മനസ്സിൽ വിചാരിക്കുന്ന പോലെ അവൾക്ക് മാറ്റാൻ കഴിയും. അങ്ങനെ അവിടെയുള്ള പോലീസുകാരെ അവൾ കൊല്ലുന്നു. ഓ, നീയാണോ ആ ജോബ് തുപ്പാക്കി എന്ന് എവിലിൻ ചോദിക്കുമ്പോൾ അതെ, ഞാൻ തന്നെ. ഓ, അപ്പോൾ ജോയ് ടാറ്റു അടിക്കാനും പെണ്ണിനെ പ്രേമിക്കാനൊക്കെ നീയാലേ കാരണമെന്ന് എവിലിൻ ചോദിക്കും. അങ്ങനെ ജോബ് ടുപ്പാക്കി എവിലിൻ്റെ അടുത്ത് വരും. അവളെ എതിർക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ എന്ന് എവിലിൻ ട്രൈ ചെയ്യും. അങ്ങനെ ആരുമില്ല. പക്ഷേ വേറേത് യൂണിവേഴ്സിൽ പോയിട്ട് ആ പവർ കൊണ്ട് അവൾ കയ്യിൽ വിലങ്ങഴിക്കും.
അപ്പോഴേക്കും എവിലിന്റെ വിരലുകൾ തളർന്ന അവസ്ഥയിലാകും. അത് ഏത് ലോകമാണെന്ന് ആൽഫ വെയ്മണ്ട് നോക്കുമ്പോൾ അത് അവരുടെ ലിസ്റ്റ് പോലും ഇല്ലാത്തൊരു യൂണിവേഴ്സ് ആയിരിക്കും. അവിടെ ഉള്ളവരുടെ വിരലുകളെല്ലാം ഹോട്ട് ഡോഗ് പോലെയാണ്. കാരണം 10,000 വർഷത്തിനു മുന്നേ നോർമൽ വിരലുള്ള ഒരു കുരങ്ങനും ഹോട്ട് ഡോഗ് വിരലുള്ള ഒരു കുരങ്ങനും അടിയുണ്ടാക്കും. അതിൽ നോർമൽ വിരലുള്ള കുരങ്ങൻ മരിച്ചു പോകും. അതിനുശേഷം ആ ഹോട്ട് ഡോഗ് വിരലുള്ള കുരങ്ങന്റെ പരിണാമമാണ് അവിടെയുള്ള മനുഷ്യർ. അയ്യോ അമ്മേ, എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നേ, ഇത് നോക്കിക്കേ എന്ന് പറഞ്ഞ് ജോബ് ടുപ്പാക്കി അവളുടെ കൈ തുറന്ന് കാണിച്ച് അവൾ എന്താണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നു. ഞാനൊരു ബ്ലാക്ക് ഹോൾ ക്രിയേറ്റ് ചെയ്തു. അതിനുള്ളിലേക്ക് എനിക്ക് വേണ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഞാൻ ഇട്ടു. പക്ഷെ അതൊന്നും തിരിച്ചു വന്നില്ല. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഈ ലോകത്ത് ഒന്നും പെർമനന്റ് അല്ല, അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം മമ്മി എന്നൊക്കെ പറഞ്ഞ് എവിലിനെ കൺഫ്യൂസ്ഡ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ബ്ലാക്ക് ഹോളിലേക്ക് കൊണ്ടുപോകാൻ നോക്കുന്നു. പെട്ടെന്ന് ജോബ് ടുപ്പാക്കിയെ സ്പീഡിൽ വന്ന ഒരു വീൽ ചെയർ ഇടിച്ചിടും. പപ്പ, നിങ്ങളോ? ഞാൻ നിന്റെ പപ്പയല്ല, ഞാൻ ആൽഫ യൂണിവേഴ്സിലെയാണ്. അങ്ങനെ അയാൾ ഷൂ അഴിച്ച് വെയ്മണ്ടിന്റെ മുഖത്ത് കാട്ടും. മയങ്ങിക്കിടന്ന വെയ്മണ്ടിന്റെ ബോധം വന്ന് ആൽഫ വെയ്മണ്ട് വരുന്നു. നിങ്ങൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ആൽഫ വെയ്മണ്ട് ചോദിക്കും. അതൊക്കെ പറയാം, രണ്ടാളും വായോ എന്ന് പറഞ്ഞ് അയാളെ കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ നിങ്ങളോട് സൂക്ഷിക്കാൻ പറഞ്ഞതല്ലേ, കുറച്ചു നേരം വൈകിയെങ്കിൽ ഇവളെയും ജോബ് ടുപ്പാക്കി അതിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടാകും. വിചാരിച്ച പോലെയല്ല, ഇവൾക്കതിനെ എതിർക്കാൻ സാധിക്കും. എൻ്റെ മകൾ ജോയാണ് ജോബ് ടുപ്പാക്കി എന്ന് നിങ്ങൾ എന്തുകൊണ്ട് ആദ്യം പറഞ്ഞില്ല എന്ന് എവിലിൻ ചോദിക്കും. ഇല്ല, എനിക്ക് അവളെ അവസാനിപ്പിക്കാൻ കഴിയില്ല. ഞാൻ ഒരുപാട് എവിലിനെ കണ്ടിട്ടുണ്ട്, എന്നാൽ ഇത്ര ഗതികെട്ട എവിലിനെ ഇപ്പോഴാണ് കാണുന്നത്. വേറെ യൂണിവേഴ്സിലുള്ള എവിലിനൊക്കെ ഓരോരോ കഴിവുണ്ട്. എന്നാൽ നിനക്ക് നിന്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി പിടിച്ചു നടക്കാൻ മാത്രമേ കഴിയൂ. നിനക്ക് മാത്രമേ അവളെ അവസാനിപ്പിക്കാൻ കഴിയുള്ളൂ എന്നൊക്കെ ആൽഫ വെയ്മണ്ട് പറയാണ്. ഇയാളിപ്പോൾ നല്ലതാണോ പറയണത് അതോ കുറ്റപ്പെടുത്തുകയാണോ എന്നൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ എവിലിൻ നോക്കുന്നുണ്ട്. ആ ടൈമിൽ ജോയ് ഡോറ് തട്ടുന്നു. ഇവിടെ ജോയ് ആണെങ്കിൽ അപ്പോൾ ജോബ് ടുപ്പാക്കി എവിടെയായിരിക്കും എന്ന് ആൽഫ പപ്പ ചോദിക്കുന്നുണ്ട്. നോക്കുമ്പോൾ ആൽഫ യൂണിവേഴ്സിലുള്ള വെയ്മണ്ടിനെ തിരഞ്ഞ് തുപ്പാക്കി അങ്ങോട്ട് പോയിട്ടുണ്ടാകും. നിങ്ങൾ ഇവരെ നോക്കണം എന്ന് പറഞ്ഞ് എവിലിനെ അവിടെ ആക്കിയിട്ട് ആൽഫ വെയ്മണ്ട് പോയിട്ട് എവിലിന്റെ ഹസ്ബൻഡ് വരും. എന്താ ഇവിടെ നടക്കുന്നേ എന്ന് എവിലിനോട് ചോദിക്കും. അപ്പോൾ ഡോറ് തുറന്ന് ജോയ് ഉള്ളിലേക്ക് വരും. നീ എന്താ ഇവിടെ ചെയ്യുന്നേ എന്ന് ചോദിക്കുമ്പോൾ അതിനെയാ ഞാൻ ആലോചിക്കുന്നേ, എനിക്കറിയണില്ല എന്ന് പറയും. അവളെ കണ്ടതും എവിലിൻ ഒരു ചെയറിൽ അവളെ കെട്ടിയിടും. അതുപോലെ നടക്കുന്ന കാര്യങ്ങളെല്ലാം വെയ്മണ്ടിനോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുകയാണ്. അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ അവൾ പറയും, ഓർമ്മയുണ്ടാവില്ല, നിങ്ങളുടെ ഫുൾ കൺട്രോൾ വേറെ യൂണിവേഴ്സിലാണ്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ തലയിൽ അവർ വന്ന് കയറുന്നുണ്ട്. എന്താ അമ്മ നിങ്ങൾ പറയുന്നത് എന്ന് ജോയ് ചോദിക്കുമ്പോൾ അതെ, പപ്പറ്റ്സ് മൂവി കണ്ടിട്ടില്ലേ അതുപോലെ എന്ന് എവിലിൻ പറയും. അമ്മ എന്താ പറയുന്നേ? ഓ സോറി, റെക്കഗോണി എന്ന ആ മൂവിയുടെ പേര്. അതിലൊരു ഷെഫ് ബാഡ് ഫുഡൊക്കെ ഉണ്ടാക്കുന്നില്ലേ, അവരുടെ തലയിൽ റെക്കോനി ഇരിക്കുമല്ലോ, അതിനുശേഷം നല്ല ഫുഡ് ഉണ്ടാക്കില്ലേ അതുപോലെ. ഓ അമ്മ, അത് റെറ്ററ്റോയാണ്. അതും പറഞ്ഞ് രണ്ടും കൂടെ ഇരുന്ന് ചിരിക്കും. ആ സമയം ആൽഫ പപ്പ എവിലിനെ നെയ്സായിട്ട് വിളിച്ചിട്ട് ഇന്നാ കത്തി, ഒന്നും നോക്കണ്ട, വേഗം കുത്തിക്കോ എന്ന് പറയും. അവൾ മരിച്ചാൽ ജോബ് ടുപ്പാക്കിക്ക് ഈ യൂണിവേഴ്സിലേക്ക് പിന്നെ വരാൻ പറ്റില്ല. എവിലിൻ കൺഫ്യൂസ് ആയി കത്തി പിടിച്ച് ജോയുടെ അടുത്തേക്ക് വരും. എന്നിട്ട് അവളെ കെട്ടിയിട്ട സെല്ലോ ടേപ്പ് കട്ട് ചെയ്യുവാണ്. നീ ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് ആൽഫ പപ്പ അവരുടെ നേരെ തോക്ക് ചൂണ്ടുന്നു. എവിലിൻ കൺവിൻസ് ചെയ്യാൻ നോക്കിയിട്ടും പറ്റുന്നില്ല. ഇനി ആകെ ഒരു വഴിയുള്ളൂ എന്ന് പറഞ്ഞ് എവിലിൻ വേറെ യൂണിവേഴ്സിലേക്ക് പോകാൻ നോക്കുന്നുണ്ട്. അവിടെ ഇതേ റൂമിൽ ഒരു സീക്രട്ട് അറ ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നു. അതിനുശേഷം ആൽഫ പപ്പയുടെ കയ്യിലുണ്ടായിരുന്ന തോക്ക് തട്ടി തെറിപ്പിച്ച് അവർ 3 പേരും ആ സീക്രട്ട് അറയിൽ പോയി ഒളിക്കും. ആൽഫ പപ്പ അയാളുടെ ആളുകളെ എല്ലാം അങ്ങോട്ട് വിളിക്കുന്നു. അയാളുടെ ആളുകളെല്ലാം വേഴ്സ് ജമ്പിങ് ചെയ്തു വരുന്നു. ജോഗിങ് ചെയ്യുന്ന പെണ്ണടക്കം അവിടെ ഉണ്ടായിരുന്ന എല്ലാ സെക്യൂരിറ്റികളും അയാളുടെ ആളുകളാണ്. അങ്ങനെ ഒരു ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയം എവിലിൻ, മോളെ ജോയ്, നിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം നീയല്ല, ജോബ് ടുപ്പാക്കിയാണ്. അവളാണ് നിന്നെ കൊണ്ട് ഓരോന്നും ചെയ്യിപ്പിക്കുന്നത്. ഇത് ഞാൻ അവസാനിപ്പിക്കാം. അതിന് അവളെ പോലെ ഞാൻ മാറണം. അതല്ലാതെ എനിക്ക് വേറെ വഴിയില്ല. അപ്പോഴേക്കും ആൽഫ പപ്പയുടെ ആളുകൾ വന്ന് അവിടെ സ്മോക്കിടും. എവിലിൻ അവരെ എതിർക്കാൻ വേറെ യൂണിവേഴ്സിലേക്ക് ട്രാവൽ ചെയ്യും. ആ യൂണിവേഴ്സിൽ എവിലിന്റെ ലൈഫ് എങ്ങനെയെന്ന് കാട്ടുന്നുണ്ട്. എവിലിൻ ചെറുപ്പത്തിൽ കളിക്കുന്നതിനിടയിൽ കോല് കണ്ണിൽ കുത്തി കാഴ്ച പോയിട്ടുണ്ടാകും. അതിനുശേഷം അവൾ പാട്ട് പഠിച്ച് വലിയ പാട്ടുകാരിയാവുന്നുണ്ട്. കൂടാതെ ബ്രീത്തിങ് കൺട്രോളും പഠിക്കുന്നുണ്ട്. ആ യൂണിവേഴ്സിലെ കഴിവ്
ആൽഫ പപ്പയുടെ ആളുകളെ നേരിടാൻ അവൾ യൂസ് ചെയ്യുന്നു. അതുമാത്രം പോരാ എന്ന് മനസ്സിലാക്കി വേറെ യൂണിവേഴ്സിൽ പോയി പിസ്സ ബോർഡ് തിരിച്ചുകൊണ്ടിരിക്കുന്ന കഴിവെടുത്ത് അവരെ അടിച്ചു വീഴ്ത്തുന്നു. എന്നിട്ടും അവർ എവലിനെ വിടുന്നില്ല. എവലിൻ വേറെ യൂണിവേഴ്സിലേക്ക് ട്രാവൽ ചെയ്ത് ഫൈറ്റ് ചെയ്യാനുള്ള എബിലിറ്റി എടുത്ത് അവരുമായി ഫൈറ്റ് ചെയ്യുവാൻ ഒരാളെയും വിടാതെ അവൾ അടിച്ചു വീഴ്ത്തുന്നു. യൂണിവേഴ്സ് ട്രാവൽ അധികമായി യൂസ് ചെയ്തതുകൊണ്ട് അവൾ അവിടെ മയങ്ങി വീഴുകയാണ്. കറക്റ്റ് ടൈമിൽ ആൽഫ വേമണ്ട് അവിടേക്ക് വരുന്നു. എന്നിട്ട് അവളെ എണീപ്പിച്ച് നിന്നെ പോലെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയും. അതേസമയം ആൽഫ യൂണിവേഴ്സിൽ പോയ ജോബ് ടുപ്പാക്കി ആൽഫ വേമണ്ടിനെയും അസിസ്റ്റന്റ്മാരെയും കൊല്ലുന്നു. നിന്നെ കൊണ്ട് മാത്രം അവളെ എതിർക്കാൻ പറ്റൂ എന്ന് പറഞ്ഞ് അവളുടെ മടിയിൽ കിടന്ന് ആൽഫ വേമണ്ട് മരിക്കും. ഉടനെ നോർമൽ വേമണ്ട് വരുന്നു. എന്താ ഇവിടെ നടക്കുന്നേ ചോദിക്കുമ്പോൾ ജോയുടെ ശരീരത്തിൽ വന്ന ജോബ് ടുപ്പാക്കി അങ്ങോട്ട് വരും. മതി, ഇതൊക്കെ നിർത്തുന്ന നിനക്ക് നല്ലത്. ഞാനിപ്പോ നോർമൽ അല്ല, നിനക്കെന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് എവലിൻ പറയും. എന്താ മമ്മി, ഇപ്പോഴും നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലേ എന്ന് ജോബ് ടുപ്പാക്കി ചോദിക്കും. അപ്പോഴേക്കും എവലിൻ മൈൻഡ് ഓവർലോഡായി പിന്നെയും ബോധം കെടുന്നു. മയങ്ങി വീണതുകൊണ്ട് എവലിന്റെ മൈൻഡ് അവൾ ഷെഫായിരുന്ന യൂണിവേഴ്സിലേക്ക് വരികയാണ്. അവിടെ ഒരു ഷെഫിന്റെ തലയിൽ സംസാരിക്കുന്ന റെക്കഗോണി കയറിയിരുന്ന് അവനെ കൊണ്ട് കുക്കിംഗ് ചെയ്യിപ്പിക്കുകയായിരിക്കും. അത് കണ്ടതും എവലിൻ ഓ ഇതാണപ്പോൾ റെക്കഗോൺ അല്ലേ എന്ന് ചോദിക്കും. അയ്യോ അവൾ കണ്ടട, അവളെ വെട്ട് എന്ന് പറഞ്ഞ് റെക്കഗോണി ഷെഫിനെ കൺട്രോൾ ചെയ്ത് എവലിനെ വെട്ടാനായി വരും. അപ്പോൾ തന്നെ എവലിൻ ആക്ട്രസ് ആയിട്ടുള്ള യൂണിവേഴ്സിലേക്ക് വരികയാണ്. എന്നിട്ട് അവിടെ നിന്നും ഓടുന്നു. അപ്പോൾ ആ യൂണിവേഴ്സിലുള്ള വേമണ്ട് എങ്ങോട്ടാണ് ഓടുന്നത് എന്ന് പറഞ്ഞ് അവളുടെ പിന്നാലെ പോകും. അവിടെ നിന്നും വേറെ യൂണിവേഴ്സിലേക്ക് എവലിൻ ട്രാവൽ ചെയ്യുകയാണ്. ഇപ്പോൾ അവൾ എത്തിയിരിക്കുന്നത് വാനിൽ നിന്ന് ഡിവേഴ്സ് കാര്യം സംസാരിക്കുന്ന എവലിന്റെ ശരീരത്തിലാണ്. ഈ യൂണിവേഴ്സിലെയും എവലിന്റെ നോർമൽ സിറ്റുവേഷനിലുള്ള യൂണിവേഴ്സിലെയും ജീവിതം ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. അവിടെയും ടാക്സ് സബ്മിറ്റ് ചെയ്യാൻ വൈകുന്നേരം വരെ IRS ലേഡി സമയം കൊടുത്തിട്ടുണ്ടാകും. അവൾ വീട്ടിൽ നിന്ന് പേപ്പേഴ്സ് റെഡിയാക്കുകയാണ്. മൂവിയിൽ ഫസ്റ്റ് ഒരു ന്യൂ ഇയർ പാർട്ടി എവലിൻ നടത്തുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ പാർട്ടി ഈ യൂണിവേഴ്സിൽ താഴത്തെ ഷോപ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് എവലിനും വരുന്നു. അതേസമയം ഗേൾ ഫ്രണ്ടിന്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്ന ജോയുടെ ശരീരത്തിലെ ജോബ് ടുപ്പാക്കി കയറുന്നു. എവലിൻ ജോബ് ടുപ്പാക്കിയുമായി ഫൈറ്റ് ചെയ്യാൻ നിൽക്കുകയാണ്. പക്ഷേ ജോബ് ടുപ്പാക്കി അവളെ വേറൊരു യൂണിവേഴ്സിലേക്ക് കൊണ്ടുവരുന്നു. എനിക്ക് കുറേ പവേഴ്സ് ഉണ്ട്, നമ്മൾ ഒരേ മൈൻഡിലുള്ള ആളുകളാണ് എന്നൊക്കെ എവലിനോട് ജോബ് ടുപ്പാക്കി സംസാരിക്കുവാണ്. നീ എന്തിനാ എന്റെ പിന്നാലെ നടക്കുന്നേ, നിനക്ക് എന്താ വേണ്ടത് എന്ന് എവലിൻ ചോദിക്കുമ്പോൾ ജോബ് ടുപ്പാക്കി പറയും, ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ബ്ലാക്ക് ഹോളിലേക്ക് നിന്നെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അതെല്ലാം നീ അറിയുന്നതിന് വേണ്ടിയിട്ട് നിനക്ക് ആ പവേഴ്സ് കിട്ടാനുള്ള എല്ലാം ഞാൻ അതിൽ കണ്ടുവച്ചിട്ടുണ്ട്. വാ പോകാമെന്ന് പറഞ്ഞിട്ട് എവലിനെ അങ്ങോട്ട് കൊണ്ടുപോകും. അവിടെ അവർ കണ്ടുപിടിച്ച ബ്ലാക്ക് ഹോൾ ഒരു സ്ക്രീനിൽ വെച്ച് മറച്ചിട്ടുണ്ടാകും. ഇവിടുന്ന് എനിക്ക് തിരിച്ചു പോയേ പറ്റൂ, എൻ്റെ മകൾ എന്നെ കാത്തു നിൽക്കുന്നുണ്ടാകും, എനിക്ക് അവൾ മാത്രമേ ഉള്ളൂ എന്ന് എവലിൻ ജോബ് ടുപ്പാക്കിയോട് പറയും. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ലേ, ഞാനാണ് നിങ്ങളുടെ മകൾ. എല്ലാ യൂണിവേഴ്സിലുള്ള ജോയി ആയിട്ടും ഞാൻ കണക്ട് ആയിട്ടുണ്ട്. അവരുടെ ഇമോഷൻസ് എനിക്ക് ഫീൽ ചെയ്യാൻ കഴിഞ്ഞു. നിങ്ങൾ എപ്പോഴും അവളെ നിങ്ങളുടെ കൺട്രോൾ വെക്കണം എന്നാണ് വിചാരിച്ചത്. ഇപ്പോൾ നിങ്ങളും അങ്ങനെ ഒരു സർക്കിളിലാണ് നിൽക്കുന്നത്. അതിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താനാണ് ഞാൻ ഈ ബ്ലാക്ക് ഹോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. വരൂ നമുക്ക് അതിലേക്ക് പോകാം എന്ന് പറഞ്ഞ് ആ ബ്ലാക്ക് ഹോൾ മറച്ചു വെച്ചിട്ടുണ്ടായിരുന്ന സ്ക്രീന് മാറ്റും. അത് എവലിൻ കാണുന്നതിനനുസരിച്ച് എവലിന്റെ കണ്ണുകൾ ബ്ലാക്ക് നിറമായി മാറുന്നു. അതുപോലെ അവളുടെ സ്വഭാവം മോശമായിട്ട് മാറുകയാണ്. സാവധാനം എവലിനും ഒരു ദുഷ്ടശക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ മറ്റ് യൂണിവേഴ്സിലുള്ള എവലിനും ആ മാറ്റം സംഭവിക്കുന്നുണ്ട്. അതേസമയം ന്യൂ ഇയർ പാർട്ടി നടന്നുകൊണ്ടിരിക്കുന്ന എവലിന്റെ ഷോപ്പിലേക്ക് ടാക്സിന് ആവശ്യമായുള്ള പേപ്പേഴ്സ് സബ്മിറ്റ് ചെയ്യാത്തത് കൊണ്ട് നിങ്ങളുടെ ഷോപ്പ് ഞങ്ങൾ ക്ലോസ് ചെയ്യുവാണെന്ന് പറഞ്ഞ് IRS ഓഫീസേഴ്സ് വരും. എവലിൻ ദുഷ്ടശക്തി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റിക്ക് എടുത്ത് പോയിട്ട് ഈ പ്ലേസ് ഞാൻ തന്നെ വെറുത്തു എന്ന് പറഞ്ഞ് ഷോപ്പിന്റെ ഗ്ലാസ് എല്ലാം തല്ലിപ്പൊട്ടിക്കും. അതുപോലെ അവള് ഷെഫായിട്ടുള്ള യൂണിവേഴ്സിലെ ഒരു ഷെഫിന്റെ തലയിൽ റെക്കഗോയിൻ ആയിരുന്നല്ലോ, ആ കാര്യം ഫുഡ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിന് പറഞ്ഞു കൊടുക്കുകയും അതിനെ പിടിച്ചിട്ട് പോകാനുള്ള ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ നോർമൽ ആയിട്ടുള്ള യൂണിവേഴ്സ് കാണിക്കുന്നുണ്ട്. അതായത് ആൽഫ വേമണ്ട് മരിച്ചു പോയില്ലേ, ആ യൂണിവേഴ്സ്. അവിടെ മയങ്ങി വീണ എവലിൻ എഴുന്നേറ്റ് ആ ആൽഫ പപ്പന്റെ ടീമിനെ അടിക്കുകയാണ്. മുഴുവനായിട്ടും അവളൊരു ദുഷ്ടശക്തിയായി മാറുകയാണ് എന്ന് അവർക്ക് മനസ്സിലായി. എങ്ങനെയെങ്കിലും വൈഫിനെ പ്രൊട്ടക്ട് ചെയ്യണം എന്ന വിചാരത്തിൽ അവളെ മുന്നിൽ പോയിട്ട് വേമണ്ട് നിൽക്കും. ഹസ്ബൻഡ് ആണെന്ന് പോലും നോക്കാതെ അവനെയും എവലിൻ കുത്തും. ഇനി ഇവളെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല, എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് ആൽഫ പപ്പയുടെ ആളുകൾ അറ്റാക്ക് ചെയ്യാൻ പോകും. ഇവിടെ നടക്കുന്നത് എന്താണെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ ഇവിടെ നടക്കുന്നതിന് കാരണം ഞാനാണെന്നാണ് എനിക്ക് തോന്നുന്നത്.
എവിലിൻ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്നാലും എന്ത് നടന്നാലും എല്ലാവരോടും സ്നേഹത്തിൽ മാത്രം പെരുമാറണം. വേയ്മണ്ട് അവളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന കാര്യം എവിലിന് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂ ഇയർ പാർട്ടി നടക്കുന്നവിടെ IRS ഓഫീസേഴ്സ് വന്നിട്ടുണ്ടാവില്ലേ? അവരെ വേയ്മണ്ട് കൺവിൻസ് ചെയ്ത് ഡേറ്റ് നീട്ടിവെടിക്കും. അത് എവിലിന്റെ മനസ്സ് മാറ്റുന്നു. അവർ അങ്ങനെ കൺവിൻസ് ആകുമെന്ന് അവൾ വിചാരിച്ചിട്ടുണ്ടാവില്ല. അതുപോലെ സെലിബ്രിറ്റി ആയിട്ടുള്ള യൂണിവേഴ്സിലെ ദുഷ്ടശക്തിയായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ വേയ്മണ്ടിനോട് പറഞ്ഞിട്ടുണ്ടാകും, നിന്നെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ സക്സസ് ആയിട്ടുള്ളത് എന്ന്. നിന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് ജീവിതമായിരിക്കും ഞാൻ ജീവിക്കുക. ഒരു പഴയ ലോണ്ടറി ഷോപ്പിട്ട് ജീവിതം നശിപ്പിച്ചേനെ എന്ന് നിന്റെ അച്ഛന് ഞാൻ ചിലപ്പോൾ മോശം ക്യാരക്ടർ ആയിരിക്കും. ഈ ലോകത്തിലുള്ള എല്ലാവർക്കും നല്ല വശവും ചീത്ത വശമുണ്ട്. ഞാൻ മറ്റുള്ളവരുടെ നല്ല വശം മാത്രമേ കാണാൻ നോക്കിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ നിലയിലെത്തിയത്. നീ പറഞ്ഞ പോലെ അങ്ങനൊരു മിഡിൽ ക്ലാസ് ലൈഫാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും നീ എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഹാപ്പി ആയേനെ എന്ന് വേയ്മണ്ട് പറഞ്ഞതും ആ ടൈമിൽ അവളുടെ മനസ്സ് മാറാൻ തുടങ്ങും. ലൈഫ് എന്ന് പറയുന്നത് വെറുതെ അല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നൊക്കെ അവൾക്ക് തോന്നും. അപ്പൊ അവിടെ ജോബ് ടുപ്പാക്കി വന്ന്, അമ്മ എന്താ ഇവിടെ നിൽക്കുന്നത്, വാ നമുക്ക് പോകാം എന്ന് പറയുമ്പോൾ എവിലിൻ പോകില്ല. ഓ പിന്നെയും പഴയ പോലെ ആയോ എന്ന് പറഞ്ഞ് എവിലിന്റെയും അവളുടെയും കൈ ജോയിൻ ചെയ്യിപ്പിച്ച് അതിലൂടെ ആ ബ്ലാക്ക് ഹോൾ അവിടെ കൊണ്ടുവരും. അത് അവിടെ ചുറ്റുള്ള എല്ലാത്തിനും ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ വാ, ഞാൻ പോകുക എന്ന് പറഞ്ഞ് ജോബ് ടുപ്പാക്കി അങ്ങോട്ട് പോകാൻ നോക്കുമ്പോൾ എവിലിൻ അവളെ തടയുന്നു. എന്നാൽ ജോബ് ടുപ്പാക്കിയുടെ ആളുകൾ അവളെ പിടിച്ചു വെക്കുകയാണ്. മഞ്ഞക്കുപ്പായിട്ട് ലേഡി അവളെ തല്ലാൻ വരുന്ന ടൈമില് ഹോട്ട് ഡോഗ് വിരലുകൾ ഉണ്ടായിരുന്ന യൂണിവേഴ്സ് കാണിക്കുകയാണ്. അവിടെ അവൾ സ്നേഹത്തോടെ ജീവിച്ചതും അതുപോലെ ന്യൂ ഇയർ പാർട്ടി നടന്ന യൂണിവേഴ്സിൽ അവരോട് എന്തിനാ ഡേറ്റ് നീട്ടി തന്നത് എന്ന് ചോദിക്കുമ്പോൾ, നിന്റെ ഹസ്ബൻഡ് നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, നിനക്ക് വേണ്ടിയാണ് എന്നോട് സംസാരിച്ചത്. എൻ്റെ ഹസ്ബൻഡ് എനിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്നൊക്കെ ആ IRS ലേഡി എവിലിനോട് പറയുന്നുണ്ട്. ഉടനെ അവൾ ആ ലേഡിയെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കും. അതേ കാര്യം പിന്നെയും തല്ലാൻ വന്ന IRS ലേഡിയോട്, നീ അനാഥയല്ല, നിന്നെ സ്നേഹിക്കാൻ ഈ ലോകത്ത് ആളുണ്ട് എന്ന് പറഞ്ഞ് അവരെ കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ അവർ നോർമലാകും. അതിനുശേഷം അവിടെയുള്ള ആളുകൾ അവളെ ഷൂട്ട് ചെയ്യുമ്പോൾ ബുള്ളറ്റ്സ് അവളുടെ മേൽ തട്ടുന്നില്ല. അവൾ ആ ബുള്ളറ്റ് എടുത്ത് ഒരു ബൊമ്മന്റെ കണ്ണ് പോലെ ആക്കി അവളുടെ നെറ്റിയിൽ വെക്കുന്നതാണ്. ബാക്കിയുള്ള ബുള്ളറ്റ്സും അതുപോലെ ആക്കി വെടിവെച്ചവർക്ക് നേരെ തിരിച്ചു വിടും. അങ്ങനെ അവളോട് ഫൈറ്റ് ചെയ്യാൻ വരുന്നവരെ എവിലും സ്നേഹത്തോടെ ട്രീറ്റ് ചെയ്യുവാണ്. അവർക്ക് സ്നേഹം കാട്ടിക്കൊടുക്കുവാണ്. അങ്ങനെ എല്ലാവരെയും അവൾ നോർമലാക്കുന്നു. അവസാനം ആ റെക്കഗോണി വെച്ചുകൊണ്ടിരുന്ന ഷെഫാണ്. അപ്പോൾ എവിലിൻ ഷെഫായിരുന്ന യൂണിവേഴ്സിലേക്ക് പോയിട്ട് നമുക്ക് നിന്റെ റെക്കഗോണിയെ രക്ഷപ്പെടുത്താം എന്ന് പറഞ്ഞ് അവൻ്റെ കൂടെ വണ്ടിയുടെ പിന്നാലെ ഓടുന്നുണ്ട്. അങ്ങനെ ഇവനെ റെക്കഗോണി കൂടെ ഒന്നാക്കും. അപ്പോൾ അവനും നോർമലാകും. അടുത്തത് ആൽഫ പപ്പയുടെ ആളുകൾ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ റെക്കഗോയിൻ കൺട്രോൾ ചെയ്യുന്നത് പോലെ അവൻ്റെ തലയിൽ കയറിയിരുന്ന് കൺട്രോൾ ചെയ്ത് ഫൈറ്റ് ചെയ്യും. അങ്ങനെ എല്ലാവരും സൈഡായപ്പോൾ ആൽഫ പപ്പ വീൽ ചെയർ റോബോട്ട് പോലെ ആക്കി എണീറ്റ് വന്ന് അവളുമായി ഫൈറ്റ് ചെയ്യുന്നു. ആ ടൈമിൽ പാർട്ടി നടന്ന യൂണിവേഴ്സിലെ എവിലിൻ്റെ പപ്പയോട്, നിങ്ങൾ എന്നെ ഉപേക്ഷിച്ച പോലെ എനിക്ക് എൻ്റെ മോളെ ഉപേക്ഷിക്കാൻ പറ്റില്ല. അന്ന് ഞാൻ എൻ്റെ ലൈഫ് തിരഞ്ഞെടുത്തത് കൊണ്ട് എനിക്ക് നല്ലൊരു ഹസ്ബൻഡിനെ കിട്ടി. അങ്ങനെ അവൾക്കുമുണ്ട് ഒരു ലൈഫ് പാർട്ട്ണർ, അത് ഇവളാണ് എന്ന് പറഞ്ഞ് ജോയുടെ ഗേൾ ഫ്രണ്ടിനെ പരിചയപ്പെടുത്തി കൊടുക്കും. അങ്ങനെ പാർട്ടി നടക്കുന്ന യൂണിവേഴ്സിലെ എവിലിൻ്റെ പപ്പയോട് എവിലിൻ എല്ലാ കാര്യവും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെ ജോബ് ടുപ്പാക്കി ബ്ലാക്ക് ഹോളിലേക്ക് നടന്നു പോകുന്നു. അപ്പോഴേക്കും എവിലിൻ ജോയുമായി കണക്ട് ആക്കി മനസ്സ് മാറ്റാൻ നോക്കുന്നുണ്ട്. പക്ഷേ പറ്റുന്നില്ല. എവിലിനും ജോബ് ടുപ്പാക്കിയും എല്ലാ യൂണിവേഴ്സിലും ഒരുപോലെ ഫൈറ്റ് ചെയ്യുന്നു. ജോബ് ടുപ്പാക്കി നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ എവിലിൻ തൻ്റെ മകളെ തിരിച്ചു പിടിക്കാൻ നോക്കുവാണ്. ലാസ്റ്റ് അവളെ ബ്ലാക്ക് ഹോളിലേക്ക് പോകാൻ സമ്മതിക്കാതെ എവിലിൻ പിടിച്ചു വലിക്കുമ്പോൾ അവളുടെ പിന്നാലെ ഫുൾ ഫാമിലിയും വന്ന് പിടിക്കുന്നുണ്ട്. എന്നിട്ട് പാർട്ടി നടക്കുന്ന യൂണിവേഴ്സിൽ ജോയെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ പോകുവാണ് എവിലിൻ. എവിലിൻ പറയുന്നതൊന്നും ജോയുടെ തലയ്ക്ക് കയറുന്നില്ല. മതി മമ്മ, ഒന്ന് നിർത്ത്, എനിക്ക് മാറാൻ പറ്റില്ല എന്ന് ജോയ് പറയുമ്പോൾ എവിലിൻ, ഞാൻ എന്നും നീ എന്നെ അനുസരിക്കണം എന്ന് മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ. നിന്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ വിട്ടിട്ടില്ല. പക്ഷെ നീ എൻ്റെ മകളാണ്, എന്നെ പോലെ തന്നെ ആകുമല്ലോ നീ എന്ന കാര്യം ഞാൻ മറന്നുപോയി. എന്നെയും കൊണ്ട് ഇതെല്ലാം മാറ്റാൻ കഴിഞ്ഞില്ലേ? പിന്നെന്താ ഇത്ര പവറുള്ള നിനക്ക് മാറാൻ കഴിയാത്തത്? ഇത്ര ആളുകൾ ഉണ്ടായിട്ടും നിന്റെ ആവശ്യത്തിന് എന്നെ അല്ലേ നീ തേടി വന്നത്? ഞാനില്ലാതെ നിനക്ക് ജീവിക്കാൻ കഴിയില്ല. ഞാനുണ്ട് നിന്റെ കൂടെ, നീ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ പറഞ്ഞതും ജോയ് എവലിനെ കെട്ടിപ്പിടിക്കുന്നു. ഈ യൂണിവേഴ്സിൽ അവർ ഒന്നായതുകൊണ്ട് ജോബ് ടുപ്പാക്കിയെ അവർ ആ ബ്ലാക്ക് ഹോളിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്നു. അങ്ങനെ എല്ലാ യൂണിവേഴ്സിലും ഉള്ള ജോയ്ക്കും മാറ്റം സംഭവിച്ചു. ആൽഫ വേയ്മണ്ട് പറഞ്ഞ പോലെ എവലിൻ എല്ലാ യൂണിവേഴ്സിലും
പേപ്പേഴ്സിലെയും പ്രശ്നങ്ങൾ തീർത്തു. എല്ലാവരും ഫാമിലിയോടൊപ്പം ഹാപ്പിയായി. ജോയും ഗേൾഫ്രണ്ടും ഒന്നായി. എവലിനും വെയ്മണ്ടും IRS ഓഫീസിലേക്ക് പിന്നെയും പേപ്പേഴ്സ് സബ്മിറ്റ് ചെയ്യാൻ പോവുകയാണ്. അവിടെ വെച്ച് വെയ്മണ്ടിനോട് എവൽ സ്നേഹം പ്രകടിപ്പിക്കുന്നു. മഞ്ഞ ഡ്രസ്സിട്ട ലേഡിയുടെ അടുത്ത് വന്ന് പേപ്പേഴ്സ് സബ്മിറ്റ് ചെയ്യുന്നു. എവലിനും വെയ്മണ്ടും പരസ്പരം നോക്കി ചിരിച്ചുകൊണ്ട് മൂവി അവസാനിപ്പിക്കുന്നു. മൂവി ഇഷ്ടപ്പെട്ട എന്തായാലും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്.